ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അൽഫാമിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രുചിയിലും മണത്തിലും അൽഫാം നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടമുള്ള ഒരു വിഭവമാണ് അൽഫാം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എളുപ്പത്തിൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് ഈ ചിക്കനിലേക്ക് ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 2 സ്പൂൺ ചാട്ട് മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ചാട്ട് മസാലയാണ് ഈ അൽഫാമിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് തരുന്നത്. എനിക്ക് പല കടകളിലും പല ഇതാണ് റെസിപ്പിയാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്മെല്ല് എനിക്ക് ഈ ചാട്ട് മസാല ഉപയോഗിച്ച് ചെയ്തപ്പോൾ ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്കും അത് മനസ്സിലാവും. ഞാൻ ഈ അൽഫാം ഉണ്ടാക്കുന്ന ആ ഗ്രിൽ ഇതിൽ വെച്ചിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ച്, സാധാരണ നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. 2-3 തവണ തിരിച്ചും മറിച്ചും വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുക്ക് ചെയ്ത് ചെയ്യണം കേട്ടോ, എന്നാലാണ് നമുക്ക് കുറേ നേരം വേണം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ സ്മെല്ലാണ് കേട്ടോ. സ്മെല്ലും ടേസ്റ്റും ഒക്കെ അത് തന്നെയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യും ഒക്കെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.